ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണെങ്കിലും വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ. എന്നാലോ ചെറുപ്പം മുതലേ തന്നെ അധ്വാനശീലരായതുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ചയും താഴ്ചയും കാണുന്നവരാണ്. എന്നാൽ എന്തൊക്കെ മനോവിഷമതകളും ഉയർച്ച താഴ്ചകളും ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ വന്നാൽ പോലും തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. അതിര് കവിഞ്ഞ് ആരെയും ആശ്രയിക്കാതെ പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ. കൂടാതെ ഏതൊരു കാര്യമായാലും അത് മറച്ചു വയ്ക്കാതെ വളരെയധികം സത്യസന്ധമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും കൂടിയാണ്. പൊതുവേ സൗമ്യശീലരാണെങ്കിലും ഇവരെ കൂടുതൽ നിയന്ത്രിക്കുന്നത് ഇവർക്ക് ഇഷ്ടമാകാറില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്മാറുന്നവരല്ല ഈ ഉത്രാടം നക്ഷത്രക്കാർ. ധനുരാശിയിൽ 15 നാഴികയും മകരം രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം. ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജൂൺ മാസം 2-ാം തീയതി വരെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും 3-ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റേതായ സ്വാധീന ശക്തിയും മൂലം വർഷാരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ഉള്ളിലായിട്ട്. ഇനി തൊഴിൽ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള ശ്രേയസ്സിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്താമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ വർഷാരംഭത്തിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്നതായിട്ടുള്ള വ്യാഴം അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നത് കൊണ്ട് ഈ 2-ാം തീയതിക്ക് ശേഷം ഉത്രാടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ.
ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഉത്രാടം നക്ഷത്രം, ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും, ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും, നീരാഞ്ജനം ചെയ്യുന്നതും, നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ്. ഇനി മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഒരു പുതുവർഷത്തിൽ 7.5 കൊല്ലത്തെ 7.5 ശനിയുടേതായിട്ടുള്ള ശനിദോഷം പൂർണ്ണമായിട്ടും മാറിയ ഒരു സമയമാണെങ്കിലും ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും രാഹു ആണെങ്കിൽ 2-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും കൂടുതലായിട്ടുള്ള ഈശ്വരാനുഗ്രഹവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം. ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയം. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവീശ്വരകാരകനായിരിക്കുന്നതായിട്ടുള്ള വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റേതായിട്ടുള്ള അനുകൂലസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ടും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ്. ഇനി കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാർ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ നല്ലതാണ്.